അഖിൽ മാരാർ എന്ന വ്യക്തിയെക്കുറിച്ച് കേരളത്തിന് നന്നായി അറിയാം. ഈ അഖിൽ മാരാർ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചെലുത്തുന്ന വലിയ സ്വാധീനമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, നിലപാടുകൾക്ക് അത്രയും പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കേരളം കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുമാണ്. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചില സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് അഖിൽ മാരാർ ഇത് എഴുതിയിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം, അത്രയേറെ ചിന്താശേഷിയില്ലാത്തൊരു പ്രതിപക്ഷമാണ് കേരളത്തിൽ നമുക്കുള്ളത് എന്നുള്ളതാണ്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുന്നതെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരികൾ ആരംഭിക്കുന്നത്. നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിൽ ഉള്ളത്. ഏതാണ്ട് ഇതുപോലെയായിരുന്നു 2016 മുതൽ 20 വരെയും ഉണ്ടായിരുന്നത്. എന്നാൽ കോവിഡ് വന്നു, സാഹചര്യം മാറി, ജനം എല്ലാം മറന്നു. പിണറായി പുണ്യാളനായി. 750 കോടി കയ്യിലുണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത്? അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി. 2025 പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. 2026 മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും. അതോടെ പാവങ്ങളുടെ കണ്ണീരൊപ്പിയ പിണറായി മഹാനായി മാറും. ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും. PR ആശാനായ മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും ഇടത് സർക്കാരിൻ്റെ നേട്ടം എന്നുള്ളത്. വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ഇല്ല. നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും CPM മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാര കൊതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിന് വേണ്ടി പരസ്പരം കൊത്തിക്കീറും. വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് അഖിൽ മാരാർ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ ജയിച്ചാൽ മുഖ്യമന്ത്രിയാവണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തൻ്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്നലെകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നില്ല. അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല. അവർക്കിഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാർ ഷാഫി, രാഹുൽ, മാത്യു കുഴനാടൻ ഒഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയിലായി പ്രതിപക്ഷ നിരയിൽ. അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ചു നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ BJPയും ഒരുക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ 6 മാസം മുൻപ് തീരുമാനിക്കണം. അയാൾക്ക് എല്ലാ വാർഡിലെയും 100 വീടുകളിൽ നിന്ന് 150 രൂപ മാസം നൽകണം. 15,000 രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണസമയം പാർട്ടിക്ക് വേണ്ടിയും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിലെത്തിക്കുക. പാർട്ടി അത് ഏറ്റെടുക്കും. വിശ്വാസം ഉള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ അവൻ്റെ കൂടെ നിൽക്കും. ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത്, നിയമസഭ പതിയെ കൂടെ വരും. നാളെ മുതൽ ഈ സർക്കാരിൻ്റെ ചെയ്തികളെ ചർച്ചയാക്കുക. വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക. സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയണം. കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറയാൻ കഴിയണം. ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം. സ്വീകരിക്കാം, തള്ളിക്കളയാം. ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാവാനും ഈ ഭരണം മാറുന്നതാണ് നല്ലത് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, അഖിൽ മാരാർ പല തവണകളിലായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് ആ ഭരണം മാറിപ്പോകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഈ ഭരണം ഇങ്ങനെ പോയാൽ ഇനിയും ഇവിടെ തുടരും എന്നുള്ളത്. അപ്പോൾ ആ വാക്കുകൾ വലിയ രീതിയിൽ പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഏറ്റവും വലിയ പിണറായി വിമർശകൻ തന്നെ ഇനിയും പിണറായി വരും എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്തിന് തെറ്റുപറ്റുന്നത് എന്ന് കണക്ക് കൂട്ടിയാൽ നല്ലതായിരിക്കും.